ഡബിൾ വെല്ല് മുഴക്കി UDF സർക്കാർ ഇന്ന് റെക്കോർഡിടുകയായിരുന്നു യഥാർത്ഥത്തിൽ. എന്നാൽ ഇവിടെ സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് മുഖ്യമന്ത്രി VD സതീശനെ തേടി ഡൽഹിയിൽ നിന്നും ആ അടിയന്തര കോൾ എത്തുന്നത്. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കായി പ്രഖ്യാപിച്ച സൗജന്യ യാത്രയുടെ ഉദ്ഘാടനവും ഡബിൾ ബെല്ലും കഴിഞ്ഞപ്പോൾ ഭരണസിരാ കേന്ദ്രങ്ങളിൽ ആകെ പുകയുന്നത് മറ്റൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റാണ്. വലിയ ജനപ്രീതി നേടിക്കൊണ്ട് പ്രഖ്യാപിച്ച സൗജന്യ യാത്രാ പദ്ധതിയുടെ ആഹ്ലാദത്തിനിടയിലും പുതിയ UDF സർക്കാരിൻ്റെ തലപ്പത്ത് കാര്യങ്ങൾ അത്ര സുഖകരമല്ല എന്ന സൂചനയാണ് ഹൈക്കമാൻഡിൻ്റെ ഈ അടിയന്തര ഇടപെടൽ തെളിയിക്കുന്നത്. അധികാരമേറ്റെടുത്ത് ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോൾ തുടർച്ചയായുണ്ടായ നിയമന വിവാദങ്ങൾ സർക്കാരിൻ്റെ പ്രതിച്ഛായക്ക് കനത്ത മങ്ങലേൽപ്പിച്ചിരിക്കുന്നു എന്നാണ് ഡൽഹിയിൽ നിന്നുള്ളൊരു വിലയിരുത്തൽ. ഈ പശ്ചാത്തലത്തിലാണ് VD സതീശൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ കടുത്ത പിടിമുറുക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് നേരിട്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത്. മന്ത്രി സണ്ണി ജോസഫിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് നിയമനവും അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസിലെ സ്പെഷ്യൽ പ്ലീഡർ നിയമനവുമാണ് പുതിയ സർക്കാരിനെ തുടക്കത്തിൽ തന്നെ പ്രതിരോധത്തിലാക്കിയത്. മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ സ്വന്തം സഹോദരി ഭർത്താവ് ഇടം പിടിച്ചതും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതിയുടെ അഭിഭാഷകനായ KB പ്രദീപിനെ AG ഓഫീസിൽ ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ചതും ഭരണപക്ഷത്ത് വലിയ അസംതൃപ്തിക്ക് കാരണമായിട്ടുണ്ട്. സംഭവം വിവാദമായതോടെ ഇരുവരെയും അതിവേഗം പദവികളിൽ നിന്ന് ഒഴിവാക്കാൻ മുഖ്യമന്ത്രി നിർബന്ധിതനായെങ്കിലും പാർട്ടിക്ക് ഇത് ഉണ്ടാക്കിയ ക്ഷീണം ചെറുതല്ല. ശുപാർശകൾ മാത്രം നോക്കി സ്വന്തക്കാരെയും വിവാദ വ്യക്തികളെയും തിരികെ കയറ്റുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാക്കൾ അടക്കം സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമായി രംഗത്ത് വന്നത് ആഭ്യന്തര കലഹം രൂക്ഷമാക്കി. ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമാണ് സ്പെഷ്യൽ പ്ലീഡർ പദവിയിൽ ഇരുന്നതെങ്കിലും ശബരിമല കേസുമായി ബന്ധപ്പെട്ട അതീവ രഹസ്യ രേഖകൾ വിവാദ അഭിഭാഷകന്റെ കൈവശം എത്തിയിട്ടുണ്ടാകുമെന്ന ഗുരുതരാരോപണവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും രംഗത്തെത്തിയിരിക്കുന്നു. സ്വർണ്ണക്കൊള്ളക്കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുണ്ട് എന്ന് പിണറായി വിജയൻ ആരോപിച്ചപ്പോൾ ഈ നിയമനത്തിന് പിന്നിൽ RSS അജണ്ടയാണ് എന്നാണ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തിയത്. ഭരണത്തിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ പൂർണ്ണമായും ഒഴിവാക്കാമായിരുന്ന ഇത്തരം വിവാദങ്ങൾ ക്ഷണിച്ചു വരുത്തിയത് വലിയ വീഴ്ചയായാണ് AICCയും കാണുന്നത്. ഇനിയൊരു പിഴവ് ആവർത്തിക്കാൻ പാടില്ല എന്ന കടുത്ത മുന്നറിയിപ്പാണ് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെ ഭരണതലത്തിൽ ഇനി മുതൽ ഉണ്ടാകുന്ന എല്ലാ പ്രധാന നിയമനങ്ങൾക്കും KPCCയുടെ മുൻകൂർ അനുമതി വാങ്ങണമെന്ന ഒരു കൺട്രോൾ റൂം നിർദ്ദേശമാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും വന്നിരിക്കുന്നത്. KPCC അധ്യക്ഷനെ പുതുതായി നിയമിച്ചാൽ ഉടൻ തന്നെ സർക്കാർ KPCC ഏകോപനത്തിനായി ഒരു സ്ഥിരം സംവിധാനം നിലവിൽ വരും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ കനത്ത നിരീക്ഷണത്തിലായിരിക്കും ഇനി സർക്കാരിൻ്റെ ഓരോ നീക്കങ്ങളും മുന്നോട്ട് പോകുക. AG ഓഫീസിലും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ്റെ ഓഫീസിലുമായി ആകെ നിയമിക്കേണ്ട 133 അഭിഭാഷകരിൽ ബാക്കിയുള്ള 44 പേരുടെ പട്ടികയും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമനങ്ങളും ഇനി കടുത്ത സ്ക്രീനിംഗ് വിധേയമാക്കാൻ മുഖ്യമന്ത്രി ഇതിനകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. KSRTC ബസ്സിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയുടെ ഡബിൾ ബെൽ മുഴങ്ങുമ്പോൾ കേരളത്തിൽ പുതിയൊരു ജനക്ഷേമ അധ്യായം കുറിക്കപ്പെടുന്നുണ്ടെങ്കിലും ഭരണത്തിൻ്റെ താക്കോൽ ഇനി പൂർണ്ണമായും ഡൽഹിയുടെയും പാർട്ടിയുടെയും കടുത്ത നിരീക്ഷണത്തിലായിരിക്കും എന്ന യാഥാർത്ഥ്യമാണ് മുഖ്യമന്ത്രി VD സതീശന് മുന്നിലുള്ളത്. അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കി സർക്കാരിനെയും പാർട്ടിയെയും ഒരേ നൂലിൽ കോർത്ത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കടുത്ത പരീക്ഷണമാണ് ഇനി മുഖ്യമന്ത്രി സതീശനെ കാത്തിരിക്കുന്നത്.